ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ. എത്ര പേർ കർത്താവിനെ ആരാധിക്കുവാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്? ഹല്ലേലൂയ. ഈ സെലിബ്രേഷൻ ഓഫ് ദ ക്രോസിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് കർത്താവിന് സകല മഹത്വവും നൽകിയാലും. ഹല്ലേലൂയ. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്ന് നമ്മുടെ സ്ഥാനങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാം. നിങ്ങൾ എത്രത്തോളം തയ്യാറാണ്? എത്രത്തോളം തയ്യാറാണ്? തയ്യാറാണെങ്കിൽ ഞാനൊരു ഹല്ലേലൂയ പ്രതീക്ഷിച്ചു. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് കുറച്ചും കൂടി പ്രതീക്ഷിച്ചു. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി, come on, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hey, ready, come on. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുള്ളിച്ചാടാൻ അറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
നിങ്ങൾ കൈയടിക്കുന്ന ശബ്ദം കുറച്ചുകൂടി ഒന്ന് കേൾക്കട്ടെ. Come on. ഹല്ലേലൂയ. നമ്മുടെ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. എന്നാൽ അവിടെ വെച്ചത് തീർന്നില്ല. നമുക്ക് വേണ്ടി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഒരു യേശുവിനെ നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങളെ മോചിക്കുവാൻ യേശു ഇറങ്ങി വന്നു. നമ്മുടെ രോഗങ്ങളെ മാറ്റുവാൻ യേശു ഇറങ്ങി വന്നു. ആ യേശുവിനെ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആക്ഷൻ ചെയ്താൽ come on. Pick me up from the miry clay. Put me on the rock to stay. Pick me up from the miry clay. Put me on the rock. You sing it one more time. Come on. Pick me up from the miry clay. Put me on the rock to stay. Pick me up from the miry clay. Put me on the rock to stay. All my life was in a mess. I thought there's no way out. Then I cried on Jesus' name. He gave me a brand new start. Is this your testimony? All my life was in a mess. I thought there's no way out. Then I cried on Jesus' name. He gave me a brand new start. He is the rock. He is the rock. Jesus is the rock on whom I stand. Oh, He is the rock. He is the rock. Jesus is the rock on whom I stand. ിലിருந்து തൂക്കിനാർ കൺമല മേൽ നിർത്തിനാർ ിലിருந்து തൂക്കിനാർ കൺമല മേൽ നിർത്തിനാർ പറഞ്ഞേ പാപമാന വാഴ്ത്തി മാറ്റി തന്നാരേ മാനോ വേളை അവർ ഇമ്പം തന്നാരേ പാപമാന വാഴ്ത്തി നിങ്ങൾ മാത്രം ഒന്ന് പാടാം. അവനെന്റെ കൺമലൈ. ശബ്ദമുയർത്തി. അവനെന്റെ കൺമലൈ. ഓ, അവനെന്റെ കൺമലൈ. അവനെന്റെ കൺമലൈ. അവനെന്റെ കൺമലൈ. ഒരിക്കൽ കൂടി അവനെന്റെ. Come on. അവനെന്റെ കൺമലൈ. അവനെന്റെ കൺമലൈ. അവനെന്റെ എത്ര പേർ നിങ്ങളുടെ ജീവിതകഥ പറയാൻ പാടുവാൻ തയ്യാറാണ്? നമ്മളെ പോലെയുള്ള തല്ലിപ്പൊളികൾ ഹല്ലേലൂയ ഈ ലോകം കണ്ടിട്ടില്ല. എന്നാൽ യേശു നമ്മളെ കണ്ടു. തന്റെ ചങ്ക് നമുക്ക് നൽകി. ചോര കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ടവർ ചേർന്നൊരു ഹല്ലേലൂയ പാടാൻ തയ്യാറാണോ? Yes, I'm brother.
ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ്. റെഡിയാണോ? റെഡിയാണോ? നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ്, ഇടത്തെ കാലല്ലേ ലെഫ്റ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ് ഒന്ന് പൊക്കാമോ? പറ്റുന്നുണ്ടോ? ഇത്ര പേർക്ക് പറ്റുന്നുണ്ട്? പറ്റുന്നില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മറ്റേ കാല് റൈറ്റ് ലെഗ് ഒന്ന് പൊക്കാമോ? ഇത്ര പേർക്ക് പറ്റുന്നുണ്ട്? മറ്റേ കാല് നിൽക്കാൻ പറ്റുമോ? പറ്റുന്നുണ്ടോ? ഓക്കെ, ഒന്നുകൂടി ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്. ഈ രണ്ടും കൂടി ഒരുമിച്ച് നോക്കിയേ. ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്, ലെഫ്റ്റ് ലെഗ്, റൈറ്റ് ലെഗ്. ഹല്ലേലൂയ. അതിന്റെ കൂട്ടത്തില് കയ്യൊക്കെ ഒന്ന് അനക്കി കർത്താവിനൊന്ന് ഡാൻസ് കളിച്ച് ആരാധിക്കാം. Come on, let's worship the Lord. Come on. Hallelujah. Are we ready? Sing together. I will dance, I will sing to be mine for my King. Nothing Lord is hindering this passion in my soul. I will dance, I will sing to be mine for my King. Nothing Lord is hindering. Sing it again. This passion in my soul. I will dance, I will sing to be mine for my King. Nothing Lord is hindering this passion in my soul. I will dance, I will sing to be mine for my King. Nothing Lord is hindering this passion in my soul. And I become even more undignified than this. Some
ശ്വാസവും നമ്മൾ വിടുന്ന ഓരോ ശ്വാസവും അത് കർത്താവിന് സ്തുതിയായി മാറട്ടെ. കർത്താവിന് സ്തുതിയായി മാറട്ടെ. സകല സ്തുതികളും അങ്ങേക്ക് നൽകുന്നു യേശുവേ. സകല പുകഴ്ചയും അങ്ങേക്ക് നൽകുന്നു യേശുവേ. We worship you. വിശ്വാസം എന്നും ഞാൻ പാടുമേ സ്തുതികൾ നിനക്കായി ശ്വാസം എന്നെഞ്ചിൽ എന്നും ഞാൻ പാടുമേ സ്തുതികൾ നിനക്കായി ശ്വാസം എന്നെഞ്ചിൽ
ഉയർത്തി. കർത്താവിനെ സ്തുതിക്കുവാൻ എത്രത്തോളം ശബ്ദത്തിൽ സ്തുതിക്കാൻ പറ്റും അത്രത്തോളം ശബ്ദത്തിൽ ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കാമോ? അവൻ മഹോന്നതനെന്ന് പറയാമോ? അവൻ ഉന്നതനെന്ന് പറയാമോ? Come on, open up your mouths and declare that He is King of Kings and the Lord of Lords. Declare who He is. Tell Him who He is. Remind Him who He is. Hallelujah, hallelujah. അവൻ എനിക്ക് വേണ്ടി എൻ്റെ രക്ഷകനാണ്. അവൻ എനിക്ക് വേണ്ടി എൻ്റെ സൗഖ്യദായകനാണ്. അവൻ എനിക്ക് വേണ്ടി എൻ്റെ ഇടയനാണ്. We thank you, Jesus. We thank you, Lord. സ്തുതിയും സ്തോത്രവും സ്തുതിയും സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ സ്തുതിയും സ്തോത്രവും സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ എല്ലാം സ്വീകരിപ്പാൻ അവന് നൽകാമോ? സകല സ്തുതിയും സ്തോത്രവും എല്ലാം സ്വീകരിപ്പാൻ എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ എല്ലാം സ്വീകരിപ്പാൻ എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ എല്ലാം ഒന്നുമാണ്
കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. And we have a man of God in Trivandrum to lead us in worship. എന്നാൽ ഇന്ന് ട്രിവാൻഡ്രം പട്ടണത്തിൽ നമ്മളെ ആരാധന നയിക്കുവാൻ ഒരു ദൈവപുരുഷനെ കർത്താവ് അയച്ചിരിക്കുന്നു. Yesterday we promised you that we are going to bring Pastor Sheldon Bangera to the city of Trivandrum. ഇന്നലെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് പാസ്റ്റർ ഷെൽട്ടൺ ബംഗേരെ കൊണ്ടുവരാൻ പോവുകയാണ്. I was saying yesterday that we can't imagine a Youth Unlimited camp without Pastor Sheldon's songs. ഇതാ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യൂത്ത് മീറ്റിംഗുകൾ ക്യാമ്പുകൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്താതെ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. But it is not just youth songs. He has written songs, prophetic songs, apostolic songs for the nation of India and the nations of the world. എന്നാൽ യുവജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയുള്ള പ്രാവചനിക ഗീതങ്ങൾ അപ്പോസ്തലിക ഗീതങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. God has blessed him with a powerful gift and anointing. ഇതാ ഭയങ്കരമായ ഒരു അഭിഷേകത്താലും ഗിഫ്റ്റിംഗിനാലും കർത്താവ് നിറച്ചിരിക്കുന്ന And അഭിഷേകം. today we are here to be blessed by it. ഇതാ അദ്ദേഹത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമ്മൾ ഇന്ന് കടന്നു Are വന്നിരിക്കുന്നു. you ready, church? നിങ്ങൾ റെഡിയാണോ? Can we all stand up in our places? നമുക്ക് എല്ലാവർക്കും മതസ്ഥാനം എഴുന്നേറ്റ് We're നിൽക്കാം. going to hang out with Jesus together. കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനെ And let's മഹത്വപ്പെടുത്തുമ്പോൾ welcome Pastor Sheldon Bangera to the stage. പാസ്റ്റർ ഷെൽട്ടൺ ബംഗേരെ നമുക്ക് ഒരുമിച്ച് വെൽക്കം ചെയ്യാം. Hallelujah. Come on, Trivandrum, let's hear it for Jesus. Jesus. Come on. Let everything that has breath say, praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Let everything Let everything that has breath that has breath praise the Lord. praise the Lord. Say, praise the Lord. Praise the Lord. All right, I want you to turn to your neighbor and tell them he is not in the grave. Turn to your neighbor, tell them he is not in the grave. Come on, give a high five to 5 people. Tell them he is not in the grave. 5 പേർക്ക് ഹൈഫൈ കൊടുത്തിട്ട് പറയാ യേശു കല്ലറയിലല്ല. Hallelujah. ഹല്ലേലൂയ. Come on, where are those young people that were there at the altar call just now? It is your time to celebrate. Come on, just come to the front. Come ഇതാ running to the front, everybody. ട്രിവാൻഡ്രത്തെ യങ് പീപ്പിൾ യുവജനങ്ങൾ എവിടെ? ഓടി മുൻപിലേക്ക് വാ. Listen, listen. Today is an important day in the history of Kerala because I believe Prime Minister Modi is visiting this place, isn't it? ഇതാ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി മോദി ഇന്നിവിടെ വിസിറ്റ് ചെയ്യാണ് കേരളം. ശരിയാണോ? All the more why we should be praying. Somebody say, I'm going to be praying for Kerala today and we're going to be shifting some things. ഇതാ അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ദിവസമാണ്. Hello, hello, can you hear me? കേൾക്കാമോ? കേൾക്കാമോ? How many of you know India needs prayer? ഇത് ഇന്ത്യക്ക് പ്രാർത്ഥന വേണമെന്ന് എത്ര പേർക്കറിയാം? How many of you know India needs a shaking in the spiritual realm? ഇത് ആത്മമണ്ഡലത്തിൽ ഒരു ചലനം ഭാരതത്തിന് ആവശ്യമാണ്. The gospel of Jesus went from the south to all of India, right? ഇതാ Hallelujah. സൗത്തിൽ നിന്നും മുഴുവൻ എമ്പാടും സുവിശേഷം എത്തി. Come on, somebody raise up a shout, a loud shout for Jesus. ഉറക്കെ ഹല്ലേലൂയ. A loud shout for Jesus. ഉറക്കെ ആർപ്പോടെ. Come on, I can't hear you. A louder shout for Jesus. ഉറക്കെ ഉറക്കെ. Listen. When we shout, it should thunder. It should thunder in the realm of the spirit. Come on. ഇതാ നിങ്ങൾ ആർപ്പിടുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഇതാ ഇടിമിന്നൽ പോലെ ആയിരിക്കണം. It has to thunder in the realm of the spirit. That is what the shouts in the Bible has done. ഇതാ നമ്മൾ ആർപ്പിട്ട് സ്തുതിക്കുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഇടിവെട്ടുന്നത് പോലെ ആയിരിക്കണം. One more time, can we roar? Can we shout a loud shout for Jesus, for Kerala right now, for this city, for Trivandrum, for Kerala state? Come on, one more roar for Jesus. Come on, ഒരു തവണ കൂടെ യേശുവിന് വേണ്ടി. from here.
to 5 people, give them a high five and tell them, Jesus is shaking Kerala like never before. Hallelujah. Hallelujah. 1, 2, 3, 4. Rap. 2, 3, 4. Hallelujah. Are you with me? Hallelujah. Amen. How many of you ready to worship the Lord? Are you with me? Amen. The tech guys are getting something fixed in the meantime. One more shout. Are you ready for one more roar for Jesus? Are you ready for one more roar for Jesus? ഒരു പ്രാവശ്യം കൂടി യേശുവിന്റെ അർപ്പണം. Come on, let's do that. Let's do that. Listen, the Bible says, bless the Lord, oh my soul, and all that is within me. Bless his holy name. വചനം പറയുന്നു, Everything that is inside you. If there's somebody in this world that can change history, it is the church of Jesus Christ that can change the timeline. It can change politics. It can change everything. It's only the church. Tell your neighbor, it's the church. അടുത്തയാൾ പറ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മുടെ രാജ്യത്തെ മാറ്റുവാൻ പറ്റുമെങ്കിൽ അത് ദൈവസഭയ്ക്കാണ്. Come on, tell your neighbor, it's only the church. ഇത് ദൈവസഭയ്ക്കാണ്. Ken, I don't get click here. All right. Hallelujah. So one more roar and then we're going to go into it. Are you ready? ഒരു തവണ കൂടെ. Come on, I'm tired. I want to see that. I want to see that. Listen, I'm crazy. I'm passionate. I'm a madman for Jesus because I deal in the things of the Spirit every day. I travel to places where people don't go. I go into dungeons. I go into deep places, and I know what the devil is doing. But we're not going to let him have it. We're not going to let him have it. Let's hear a loud roar for Jesus. Come on, 1, 2, 3. Come on, shout. No click yet. No click. Hallelujah. Hallelujah. All right, let's lift up our hands. ഉയർത്തി We're going to worship. നമ്മൾ അവനെ ആരാധിക്കാൻ പോകും. കർത്തനേ കർത്തനേ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാം കൊണ്ടും എല്ലാം നാം പാടി യേശു മാത്രം കർത്താവ്. Come on, I want you to declare like you've never declared. Listen, 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 listen. There are many kings who have come and gone. There are many kings who have come and gone. ഇത് ഒത്തിരി രാജാക്കന്മാർ വന്നു, അവർ കാലം ചെയ്തു. Some remain in the textbooks of history and some are nowhere to be found. ഇത് ചരിത്രങ്ങൾ അവർ കുറിച്ചു, പക്ഷെ അവർ പിന്നീട് പോയി. But there is one king ഒരു രാജാവ്, whose kingdom shall never end. അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല. His kingdom shall never end. അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല. I want us to declare that king over Trivandrum here in the prophetic realm of the Spirit. ഇന്ന് ആ രാജാവ് തിരുവനന്തപുരത്തെ ഏറ്റെടുക്കുകയാണ്. Oh Kartani, sing it out. Kartani, sing as loud. Maranathe jeicherunettavan, ellam undum paadam, ella naavum paadi, Yesu matram. Ellam
and church. Ellamuttu. Listen, I want the church to pray. I want us all eyes closed right now. എല്ലാ കണ്ണുകാഴ്ച പ്രാർത്ഥിക്കാൻ പോവുകയാണ്. And something is happening in the realm of the spirit. ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നു. As we're declaring this right now, we're going to pray. We're going to intercede in tongues for a few minutes. നാം അന്യഭാഷകൾ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. We're going to intercede like we've never interceded before. ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലാത്തതുപോലെ നാം പ്രാർത്ഥിക്കാൻ You know പോകുന്നു. why? Because this is a moment. In this moment, we will either lose India or win India. ഇതൊരു സുപ്രധാന നിമിഷമാണ്. ഒന്നില്ലെങ്കിൽ ഇന്ത്യയെ നമ്മൾ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ നഷ്ടമാകും. Witches are working overtime. They are chanting. Witches, tantrics, they are working overtime. അനേക സമയങ്ങൾ മന്ത്ര ഉച്ചാരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. In the heavenly realm, there's a war for your state, Kerala. നിങ്ങളുടെ കേരള സ്റ്റേറ്റിന് വേണ്ടി ആത്മമണ്ഡലങ്ങളിൽ ചില യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. Knows that if Kerala is touched and if Kerala is flipped, he will win it. Punjab, there are certain states that are very strategic to God. Are you with me? പഞ്ചാബ്, കേരള പോലുള്ള വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുണ്ട്. Are you with me? Gen Z, are you with me? Gen Z, young people കൂടെ ഉണ്ടോ? Close your eyes right now. We're going to just intercede. And while you're interceding, when your eyes are closed, I want you to visualize something. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്തെ കണ്ണ് തുറന്നൊരു കാര്യം കാണണം. The power of imagination and visualization and visions is very prophetic and very significant. നമ്മൾ സങ്കല്പിച്ച് കാണുന്നതിന്റെ prophetic ആയിട്ട് കാണുന്നതിന്റെ I want you to visualize that the angels of heaven are coming and smashing every other throne and dethroning every other power, every principality. സ്വർഗ്ഗത്തിന്റെ ദൂതന്മാർ ഇറങ്ങി എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും നിലംപൊത്തിക്കുന്നത് കാണണം. Are you with me? കൂടെയുണ്ടോ? Don't think about home, don't think about food, don't think about biryani, don't think anything else. Only think about the devil's throne falling down. നിങ്ങൾ ഇപ്പോൾ യാതൊരു ഭക്ഷണത്തെ കുറിച്ചല്ല, ഒന്നിനെ കുറിച്ചുമല്ല, പിശാചിന്റെ സാമ്രാജ്യങ്ങളെ ദൂതന്മാർ അട്ടിമറിക്കുന്നത് കാണുക. Lift up your hands. കരങ്ങളെ ഉയർത്തി Intercede. ആത്മാവിൽ പ്രാർത്ഥിക്കുക. പിശാചിന്റെ സിംഹാസനങ്ങൾ വീഴുന്നു. Gen Z, come on boys, nobody silent, everybody praying. എല്ലാവരും പ്രാർത്ഥിച്ചാലും ആരും മിണ്ടാതിരിക്കരുത്. Come on, keep praying. Come on, pray. Come on, some of you sing, some of you pray. Oh devil, every throne, every principality, every policy against the church, we speak the fire of God to come and consume it now. Come on, pray, church, pray. Oh Father, your throne will never end. Jesus. Come on, lift your hands right now and just say fire, the fire of God over all the plans of the enemy. Say that right now. ദൈവത്തിന്റെ തീ എല്ലാ ശത്രുക്കളെയും കത്തിക്കാൻ പോവുകയാണ്. The fire of God over all the division in the church. ദൈവസഭയിലെ ഭിന്നതകൾക്കെതിരെ ദൈവത്തിന്റെ തീ വരുന്നു. The fire of God over all the policies that are against the kingdom of God. ദൈവരാജ്യത്തിനെതിരെയുള്ള എല്ലാ പോളിസികൾക്കുമെതിരെ ദൈവത്തിന്റെ തീ വരുന്നു. Come on, church, the fire of God. Come on, call upon the angels of God to destroy those things. ദൈവത്തിന്റെ തീ, ദൈവത്തിന്റെ ദൂതന്മാരെ വിളിക്കുക. പ്രാർത്ഥന ഉയരട്ടെ. 1 minute more, pray. Come on, pray. പ്രാർത്ഥന ഉയരട്ടെ. Oh Jesus,
comes now in Trivandrum. Jesus, your kingdom in Kerala. Jesus, your kingdom, Lord. Jesus, your kingdom. Jesus, your throne. Thank you, Jesus. Bow down to Jesus now. Bow down to Jesus now. Come on, shout it out, church, one more time, one more time. This does not come from somebody shaking you, but somebody pushing into your faith. This comes because of the power of the Holy Spirit. Hallelujah. എത്ര പേർ ചേർന്നൊരു hallelujah പറയുക? How many will shout a hallelujah? Praise God. Hallelujah. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറ, ഈ ധൈര്യത്തിന്റെ മുന്നിൽ പറ, ഒരു രാജാവിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു നിയമങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഒന്നിനും പറ്റത്തില്ല. ഞാൻ ഈ കാലഘട്ടത്തിലെ കാര്യമല്ല പറയുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ഒരു വളരെ ശക്തനായ ഒരു പ്രാർത്ഥനാ വീരനുണ്ടായിരുന്നു. അവന്റെ പേര് ദാനിയേൽ എന്നായിരുന്നു. ദാനിയേലിനോട് രാജാവ് പറഞ്ഞു, നീ എന്നെ ആരാധിക്കണം, എന്നെ ആരാധിക്കണം, അല്ലെങ്കിൽ എന്നെ ആരാധിക്കാത്തവരെ മുഴുവൻ സിംഹക്കുഴിയിൽ ഇട്ട് കളയും എന്ന് ദാനിയേലിനോട് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അതിനെ മറികടന്നുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും അവൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ അവൻ പ്രാർത്ഥിച്ചു. അവൻ സിംഹക്കുഴിയിൽ വീണു. ഇതൊക്കെ കഥയാണ്, പക്ഷേ സംഭവിച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. സിംഹക്കുഴിയുടെ മുന്നിൽ വീണ് കിടക്കുന്നവരുടെ മുന്നിൽ കൊണ്ടുവന്ന് മുട്ടുമടക്കിച്ച, രാജാവിന്റെ മുട്ടുമടക്കിച്ച ഒരു ദൈവത്തെ എനിക്ക് പരിചയപ്പെടുത്താനുണ്ട്. സിംഹക്കുഴി വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, ദൈവമക്കൾ ധൈര്യത്തോടെ നിൽക്കും. Daniel, the lion's den can be in front of you. You might be thrown into the lion's den, but there is a greater one inside of you. Even when you're thrown into the lion's den, you will not lose your courage. You will not fear, because you are empowered by the Spirit of the Lord. Hallelujah. നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ കഠിന പരിശോധനകൾ വന്നാലും, നിങ്ങളുടെ വിശ്വാസത്തിനെതിരെ ശക്തമായ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ഉറച്ചു നിൽക്കും എന്ന് പറയുന്നതാണ് ദാനിയേലിന്റെ പാഠം. Daniel teaches us that no matter what is in front of us, no matter what pressure comes against our faith, Daniel says, I will stay strong. ഒരിക്കൽ കൂടെ തലയ്ക്ക് മുകളിൽ കൈകൾ ചേർത്തടിച്ച് അന്യഭാഷയിൽ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, ദൈവസഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, അഭിഷിക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ, എന്ത് തന്നെ വന്നാലും ഇല്ല മുട്ടുമടക്കത്തില്ല. ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ മുട്ടുകൾ മടങ്ങും. ഞാൻ എന്റെ യേശുവിന്റെ നാമം വിളിക്കും. How many of you will start praying? Start praying for ministers of God. Start praying for the spirit of courage upon the people of God. I will bow down and I will pray to the Lord morning, afternoon and night. അന്യഭാഷയെ സ്തുതിക്കുക, സ്തുതിക്കുക, കൈകൾ അടിച്ച്. Yes. 1 2 3. Yes.
Yes. Yes. Yes. Yes. Judagaram thanavaidagaram thanarigagaram thanavaidagaram thanarigagaram thanarigagaram thanavaidagaram ഇതുപോലെ കട്ട് ചെയ്ത് കൈകൾ ഉയർത്തി നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു സംശയം തോന്നും, നമ്മളെ രക്ഷിക്കാത്ത പക്ഷവും കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കണമെന്ന്. അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, അവൻ രക്ഷിച്ചാലും രക്ഷിച്ചില്ലേലും ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കുമെന്ന് പറ. Even if he saves me or doesn't, I will still stand for the Lord. Hallelujah. മറ്റൊന്നും കൊണ്ടുമല്ല, ബൈബിളിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ 3 പേരെ കാണാം. അവരെ തീച്ചൂളയ്ക്കകത്തേക്ക് ഇടുന്ന സമയത്ത് ആ 3 ബാലന്മാർ പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ശരി രക്ഷിച്ചില്ലെങ്കിലും ശരി രാജാവ് നിർത്തിയ ഈ ഒരു നിയമത്തിന്റെ പുറകെ ഞാൻ പോകത്തില്ല, ഇതിനെ ഞാൻ നമസ്കരിക്കത്തില്ല എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ടായിരുന്നു. There is a spirit of courage upon Shadrach, Meshach and Abednego. The courage was, even if God saves me or not, I will not bow down in front of this idol. I will not bow down in front of the king's ordeal. എന്തുകൊണ്ട് സംഭവിച്ചു? ആ ധൈര്യത്തിന്റെ മുന്നിൽ സ്വർഗ്ഗത്തിലിരുന്ന പുത്രനാം ദൈവത്തിന് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. 4ാമനായിട്ട് ആ തീച്ചൂളക്കകത്തേക്ക് വെളിപ്പെട്ടു വന്നതുപോലെ ഇത് ദൈവസഭകൾക്ക് വേണ്ടി, ദൈവ മക്കൾക്ക് വേണ്ടി 4ാമൻ ഒരുവന്റെ സാന്നിധ്യം ഇത് വെളിപ്പെടുന്ന വർഷമാണിത്. When God saw that spirit of courage, the Son of Man could not stay there. He came down because he wanted to reward that great courage. And people of God, if we can rise up in that courage, the Son of Man will descend upon us. അടുത്തിരിക്കുന്ന 2 പേർക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറഞ്ഞ, ഫലം കണ്ടില്ലേലും എന്റെ കർത്താവിനെ ഞാൻ വിട്ടുപോകത്തില്ലെന്ന് പറ. ഫലം കണ്ടില്ലേലും എന്റെ കർത്താവിന്റെ ധൈര്യത്തിൽ നിന്ന് ഞാൻ മാറത്തില്ലെന്ന് പറ. Even if I don't see the fruit, I will not leave my Lord. Hallelujah. എത്ര പേർ ചേർന്ന് ആമേൻ പറയൂ? ഈ ധൈര്യത്തിലാണ് ദൈവം തമ്പുരാൻ ഇറങ്ങി വരുന്നത്. കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞ ഒരു മനോഭാവത്തിൽ ദൈവമക്കൾ ദൈവസഭ ഇരുന്നാൽ ഞാൻ വിളിച്ചു പറയും, സ്വർഗം വിട്ടൊരുവൻ താഴേക്ക് ഇറങ്ങി വന്നിരിക്കും. This is the courage that heaven rewards. He cannot stay in heaven when he sees the courage of his children like this. Hallelujah. അതുകൊണ്ടല്ലേ ഒരിക്കൽ ശൗൽ എന്ന പേരുള്ള ഒരുവൻ ദൈവമക്കൾക്കെതിരെ തിരിഞ്ഞപ്പോൾ സകല സമ്മതി പത്രവുമായിട്ട് പോയപ്പോൾ സ്വർഗത്തിൽ നിന്നൊരുവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വന്നിട്ട് ചോദിച്ചു, ശൗലേ ശൗലേ, നീ എന്റെ ജനത്തെ ഉപദ്രവിക്കുന്നത് എന്ത്? Saul was persecuting the church and the Holy Spirit came down and Jesus asked Saul, 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 why are you persecuting me? അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് കുലുക്കിയിട്ട് പറ, കർത്താവിന് ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറ. അവൻ ഇറങ്ങി വന്നിരിക്കുമെന്ന് പറ. അവൻ ഇറങ്ങി വന്നിരിക്കും, ഇറങ്ങി വന്നിരിക്കും. ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ പലതിനും ഒരു ഫലം കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ നിന്റെ ധൈര്യം, ക്രിസ്തുവിൽ ഉറച്ച വിശ്വാസം നിനക്കൊണ്ടെങ്കിൽ ഉണ്ടേലും ഇല്ലേലും ഞാൻ എന്റെ കർത്താവിന്റെ കൂടെ. Hallelujah. Even if it doesn't, I will be with the Lord. ഇംഗ്ലണ്ടിൽ അതിശക്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു.
വില്യം ടിൻഡേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ലാറ്റിൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തു. വില്യം ടിൻഡേൽ. There's a man of God in England. His name is William Tyndale. He is the one who translated the Bible from Latin to English. എന്നാൽ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ലാറ്റിൻ ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യുന്നത് അന്നത്തെ കാലത്തെ ഏറ്റവും പാപകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. At that time, it was sinful to translate from Latin to another language. എന്നാൽ എന്ത് സംഭവിച്ചു? വില്യം ടിൻഡേൽ ഈ ഒരു വിവർത്തനം നടത്തി കഴിഞ്ഞപ്പോൾ സകല സഭാ അധികാരികളും സകല മതത്തിന്റെ അധികാരികളും തനിക്ക് എതിരായി നിൽക്കുന്ന ഒരു സമയമുണ്ടായി. തന്നെ കൊന്നുകളയുവാൻ സകലരും ഭാവിച്ചു. When he was doing this process of translation, the people of that land, the religious people, they all rose up against him. എന്നാൽ അദ്ദേഹത്തിന് ഇതാ തനിക്കുള്ള വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വില്യം ടിൻഡേൽ താൻ എഴുതിയിട്ടുള്ള താൻ വിവർത്തനം ചെയ്ത ഇംഗ്ലീഷ് ഭാഷയിലുള്ള ബൈബിൾ അദ്ദേഹം രാജാവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ ദൈവമേ. When they were planning to give him a capital punishment and take his life, that is when he gave the translation to the king and he prayed, Lord, open the eyes of the king. ഒന്നുകൂടെ പറഞ്ഞേ, രാജാവിന്റെ കണ്ണുകളെ തുറക്കണേ. ഒന്ന് പ്രാർത്ഥിച്ചേ, രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ. കൈകൾ വീശി ഒന്ന് പ്രാർത്ഥിച്ചേ, രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ, രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്കറിയാമോ, അന്നുണ്ടായിരുന്ന രാജാവ് കിങ് ജെയിംസ് എന്ന് പറയുന്ന രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ യാദൃച്ഛിക പ്രതി ലഭിക്കൂ. അദ്ദേഹം ചെയ്ത കാര്യം എന്തെന്നറിയാമോ? എല്ലാ തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് ആ ബുക്ക് അദ്ദേഹം പബ്ലിഷ് ചെയ്തു. അതാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന കിങ് ജെയിംസ് വേർഷൻ. The king got the copy of the Bible and the Lord opened his eyes, and despite all the opposition, the king published, and that is the King James version we hold right now. ഒരിക്കൽ കൂടെ കൈകളൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ രാജാവിന്റെ കണ്ണുകളെ തുറക്കണമേ. അന്ന് വില്യം ടിൻഡേൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കാമോ? അധികാരികളുടെ കണ്ണുകളെ തുറക്കണമേ, രാജാക്കന്മാരുടെ കണ്ണുകളെ തുറക്കണമേ, അധികാരസ്ഥരുടെ കണ്ണുകളെ തുറക്കണമേ, അഭിഷക്തന്മാരുടെ കണ്ണുകളെ തുറക്കണമേ കർത്താവേ. Open the eyes of the king, Lord. Open the eyes of the authorities, Lord. Oh Jesus, hallelujah. ഒടുവിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറയാൻ പോകുകയാണ്. മറ്റൊന്നുമല്ല, ഇത് രാജകൊട്ടാരത്തിനകത്തേക്ക് ധൈര്യസമേതം, ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് അത് പറയാതെ എനിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കത്തില്ല. രാജകൊട്ടാരത്തിനകത്തേക്ക് സകല പ്രോട്ടോകോളും തെറ്റിച്ചുകൊണ്ട് ഒരു സ്ത്രീ കടന്നു ചെന്നു. അവളുടെ പേരാണ് എസ്തർ. അവളുടെ ഒരു കാര്യമുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. If I perish, but I'll go and meet the king. ഞാൻ നശിക്കുന്നെങ്കിൽ നശിച്ചോട്ടെ, പക്ഷെ ഞാൻ പോയി രാജാവിന്റെ മുഖം കാണിക്കാൻ പോകുകയാണ്. There was a young girl called Esther. When she became the queen, this is what she said: if I perish, may I perish, but I will still present myself to the king. എന്ത് സംഭവിച്ചു? കൊട്ടാരത്തിനകത്തേക്ക് പോയപ്പോൾ അവിടെ അവൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു രാജ്യത്തെ, അവളുടെ വംശത്തെ മുഴുവൻ മുടിച്ച് നശിപ്പിക്കാൻ നിന്ന ഹാമാനെ അവിടെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട മൊർദെഖായി ആ സ്ഥലത്തേക്ക് വന്ന് ദൈവിക അധികാരങ്ങൾ കൈയാളുന്ന തലത്തിലേക്ക് ജനത്തിന്റെ ഭീതിയിൽ നിന്ന് ജനത്തിന്റെ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി. And now when she saw the face of the king, her enemy, the enemy of the Jews, Haman, was taken away and Mordecai was placed in place, and the Lord honored Esther. ഇവിടെ നിൽക്കുന്ന എല്ലാ സഹോദരിമാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? നിങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്. ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ഈ ദേശത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, ദൈവമക്കളുടെ അധികാരത്തിന് വേണ്ടി ദൈവം നിന്നെ അഭിഷേകം ചെയ്താണ് ഈ മീറ്റിംഗിൽ ആക്കി വെച്ചിരിക്കുന്നത്. Let me ask the sisters of God to rise up in your place right now, because the Lord is anointing you today with great authority for this land to take up the request of this land. ഈ സമയത്ത് ഞാൻ ഒരു എസ്തേറാണ്. ഈ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ, ഈ രാജ്യത്ത് ചിലത് നടപ്പാക്കുവാൻ, ദൈവത്തിന്റെ ക്രമ ഈ രാജ്യത്തെ കൊണ്ടുവരുവാൻ എന്റെ പ്രാർത്ഥന, എന്റെ അപേക്ഷ അതിനൊരു മുഖാന്തരമാണ് എന്ന് പറയുന്ന സഹോദരിമാരുണ്ടെങ്കിൽ കസേരകൾ വിട്ട് വേഗത്തിൽ ഓടി മുന്നിലേക്ക് വന്നാല്. Sisters who say, I am an Esther, I am a person that will fight, I'm a person that will stand. Sisters, I want you to leave your place and
come forward right now. ഇപ്പോൾ ഞാൻ അധികാരത്തിന് കീഴിലാണ്. ദൈവം എന്നെ അതിനുവേണ്ടി ഓടിവാ അങ്ങനെ ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഇപ്പോൾ പകരുകയാണ്. ദേശത്തെ നടത്തുന്ന ഒരു അഭിഷേകം, നിയമങ്ങളെ മാറ്റുന്ന ഒരു അഭിഷേകം, നിന്റെ പ്രാർത്ഥനയുടെ വാക്കിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. Your prayer is going to change the laws of the land. Your prayer is going to bring forth great breakthroughs in the mighty name of Jesus. ഹല്ലേലൂയ. മുന്നിലേക്ക് വരുമ്പോൾ, പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഇതാ എല്ലാവരും മുന്നിലേക്ക് വന്നാലും, ഇതാ സഹോദരിമാർ, എന്നെ ദൈവം ഒരു അധികാരത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ചില ചെറുപ്പക്കാരായ പെൺകുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നയമാന്റെ വീട്ടിലെ പെൺകുട്ടിയെ പോലെ ഒരാളെ ഇവിടെ കാണുന്നുണ്ട്, ഞാൻ വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കിൽ നിന്ന് ഞാൻ മുന്നിൽ വന്നു. ഇന്ന് ബാക്കിലെ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അനുസരണത്താൽ സംഭവിച്ചതാണത്. Hallelujah. In a meeting like this, a man of God said, just like that servant girl in the house of Naaman, God is using a girl here. I ran from the back of the hall to the front of the hall. And there are some people coming from the back of the hall. And the Lord is anointing you today. ഇപ്പോൾ കൈകൾ ഉയർത്തി അന്യഭാഷയിൽ സ്തുതിക്കാൻ തുടങ്ങിയാലും ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക അഭിഷേകം. ഇത് രാജ്യങ്ങളെ അതിന്റെ തീരുമാനങ്ങളിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അഭിഷേകം. ചെറുപ്പക്കാരായ പെൺകുട്ടികളുടെ ഓടി മുന്നോട്ട് വാ. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. An anointing for nations, an anointing over authority over people. Young girls, come forward and receive this anointing. ഇപ്പോൾ ഇതാ കൈകൾ ഉയർത്തി പിടിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി, ഇത് വ്യാപരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എന്നെ പിടിക്കുക. Come on, start speaking in tongues. പ്രാർത്ഥനയുടെ ശക്തി നിന്റെ വീട്ടുകാരറിയാൻ പോകുക. പ്രാർത്ഥനയുടെ ശക്തി നിന്റെ ദേശം അറിയാൻ പോകുക. പ്രാർത്ഥനയുടെ ശക്തി നിന്റെ രാജ്യം തിരിച്ചറിയാൻ പോകുകയാണ്. People are going to know the power of prayer. The nation is going to know the power of prayer. In the name of എല്ലാ ശുശ്രൂഷകരായിട്ടുള്ളവരും സഹോദരിമാർ ഇപ്പോൾ തലയിലേക്ക് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചേ. Ministers of God, you can place hands upon the sisters here and start praying right now. ഒരു നിമിഷം ഈ മുന്നിൽ വന്ന് നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, എസ്തേർ പറഞ്ഞ പോലെ ഞാൻ നശിക്കെങ്കിൽ ഞാൻ നശിച്ചോട്ടെ. ഞാൻ ഇല്ലാതെയാകുന്നെങ്കിൽ ഞാൻ ഇല്ലാതെ ആയിക്കോട്ടെ. എൻ്റെ സൗകര്യങ്ങൾ മാറ്റിവെക്കാനാണെങ്കിൽ ഞാൻ മാറ്റിവെക്കട്ടെ.
എൻ്റെതായ എല്ലാം പിടിച്ചു വെക്കപ്പെടുന്നെങ്കിൽ പിടിച്ചു വെക്കപ്പെട്ടോട്ടെ. അന്തരീക്ഷം ഇവിടെ കർത്താവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇനി കർത്താവ് അതിശക്തമായി നമ്മുടെ മധ്യയിൽ കർത്താവ് ശുശ്രൂഷിക്കമാണ്. Let's welcome Pastor together. Amen. Shall we lift our hands and glorify the Lord? കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മഹത്വപ്പെടുത്താം. Every eye closed and every hand lifted up. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി And let's give all glory and honor to the immortal God. നമ്മുടെ സകല മാനവും മഹത്വവും നിത്യനായ നമ്മുടെ ദൈവത്തിന് നൽകാം. And as we have lifted up our hands, shout Jesus. ഉറക്കെ യേശുവേ എന്ന് നമുക്ക് ഉറക്കെ വിളിക്കാം. Come on, everybody. Don't stop. യേശുവേ, Don't stop. യേശുവേ, Shalabrababakasia. Everybody worship the Lord. Come on. ചേർന്ന് കർത്താവിനെ ആരാധിക്കാം. Glory to the Lamb. Glory, glory, glory to the Lamb. For you are glorious and worthy to be praised. The Lamb upon the throne. And unto you we lift our voice in praise. The Lamb upon the throne. Glory, glory to the Lamb. One more time. Come on.
Come on, shout hallelujah. Everybody, at the top of your lungs, come on. Shout hallelujah. Come on, come on, come on. Amen. Please be seated. ദയവായിരിക്കാം. Amen. I know I'm going to talk to hungry stomachs, ഇതാ വിശപ്പുള്ള but I also know that I'm going to speak to hungry souls. ഇതാ വിശന്ന വയറോടുള്ളവരോടും എന്നാൽ അപ്പോൾ തന്നെ ആത്മാവിൽ വിശപ്പുള്ളവരോടും കൂടെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. Can you shout amen? ഒരാമേൻ. I will not preach long. This is going to be a very, very short message. ഇത് ദീർഘമായ മെസ്സേജ് അല്ല, വളരെ ഹ്രസ്വമായ ഒരു സന്ദേശം ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. And this is not a structured message as I usually preach. This is a prophetic one. ഇതാ ഞാൻ സാധാരണ പ്രസംഗിക്കുന്നത് പോലെ വലിയ ഘടനയുള്ള ഒരു സന്ദേശമല്ല, എന്നാൽ ഒരു പ്രാവചനിക സന്ദേശമായിരിക്കും. But very, very important and significant. ഇത് വളരെ സുപ്രധാനമായ ഒരു സന്ദേശം കൂടെയാണിത്. John 3:16 says, "For God so loved the world that he gave his only begotten son to hang out with Jesus on earth." ഇതാ യോഹന്നാൻ 3:16 പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, ഇതാ യേശുവിന്റെ കൂടെ അവർ എന്നും ജീവിക്കേണ്ടതിന്, കൂട്ടുകൂടി നടക്കേണ്ടതിന് ദൈവം അവനെ ലോകത്തിനു വേണ്ടി നൽകി. Hallelujah. ഹല്ലേലൂയ. Now this is a Bless India movement. ഇത് ഒരു അനുഗ്രഹീത ഇന്ത്യ മുന്നേറ്റമാണ്. How many of you want India to be blessed by the Lord? ഇതാ നിങ്ങൾ എത്ര പേർ ഇന്ത്യ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട്? As I was praying and traversing in the Spirit, ഇതാ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ the Holy Spirit told me that every curse on India invoked by different agencies shall be broken because of this prayer. ഇതാ ഇന്ന് ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയാൽ ഇതാ പലവിധ കാരണങ്ങളിൽ ഇന്ത്യയിൽ വന്ന ശാപങ്ങൾ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റുകയാണ്. Now listen to me. ശ്രദ്ധിക്കുക. Blessings are irreversible. ഇതാ അനുഗ്രഹങ്ങൾ റദ്ദാക്കപ്പെടാവുന്നതാണ്, ഇല്ല, റദ്ദാക്കപ്പെടാൻ സാധിക്കില്ല. സാധിക്കാത്തവയാണ്. അനുഗ്രഹങ്ങൾ ആർക്കും തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. Everybody say this after me. Blessings are irreversible. എല്ലാവരും ചേർന്ന് പറഞ്ഞ, അനുഗ്രഹങ്ങൾ ഒരിക്കലും തിരികെ പിടിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ റദ്ദാക്കി കളയുവാൻ കഴിയില്ല. അനുഗ്രഹങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അടുത്ത ആളോട് പറയുക, അനുഗ്രഹങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അനുഗ്രഹങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞേ. അനുഗ്രഹങ്ങളെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. Once you are blessed, you are blessed. നിങ്ങൾ ഒരിക്കൽ അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെയാണ്. Numbers 23 and verse number 20. ഇത് സംഖ്യാപുസ്തകം 23:20 വചനം. I have received a command to bless. He has blessed. I cannot change it. അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു, അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു, എനിക്ക് അത് മറിച്ചുകൂടാ. Hello. Once, if God has blessed you, nobody can reverse it, nobody can cancel it, nobody can stop it. ഇത് കർത്താവ് ഒരിക്കൽ നിങ്ങളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ആർക്കും അതിനെ ക്യാൻസൽ ചെയ്യാൻ കഴിയുകയില്ല, അതിനെ തിരിച്ചടിക്കുവാൻ കഴിയുകയില്ല. How many of you are blessed in this place? എത്ര പേർ അനുഗ്രഹത്തോടെ ഇരിക്കുന്നു? No curse shall land on you. ഇത് നിങ്ങളുടെ മേലെ ഒരു ശാപത്തിനും വന്നിറങ്ങുവാൻ കഴിയുകയില്ല. This blessing that you carry cannot be cancelled. ഇത് നിങ്ങൾ വഹിക്കുന്ന ഈ അനുഗ്രഹത്തെ ആർക്കും റദ്ദാക്കി കളയാൻ കഴിയുകയില്ല. Now listen to me. ശ്രദ്ധിക്കുക. Curses are reversible into blessings. ഇതാ ഈ ശാപങ്ങളെ കർത്താവിന് അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. Did you listen to that? ശാപങ്ങളെ കർത്താവിന് അനുഗ്രഹമാക്കി മാറ്റുവാൻ കഴിയും. Blessings are irreversible, but curses are reversible. ഇതാ ആദ്യം നമ്മൾ കേട്ടത്, അനുഗ്രഹങ്ങളെ ആർക്കും ക്യാൻസൽ ചെയ്യാൻ കഴിയുകയില്ല, തീർത്ത് കളയാൻ കഴിയുകയില്ല, എന്നാൽ ശാപങ്ങളെ തിരികെ അനുഗ്രഹത്തിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും.
Deuteronomy chapter 23, verse number 5. ആവർത്തന പുസ്തകം 23-ാം അധ്യായം 5-ാമത്തെ വചനം. I request all of you to write down these verses so that you can meditate upon it and let it sink into your spirit. Every child of God should know these fundamental principles. ഇതാ ഈ അടിസ്ഥാനപരമായ തത്വങ്ങൾ എല്ലാ ദൈവമക്കളും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് വേഗത്തിൽ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചെടുക്കണം, പിന്നീട് നിങ്ങൾ ധ്യാനിക്കണം. Deuteronomy 23, verse number 5 says, "But the Lord your God would not listen to Balaam. Instead, the Lord your God turned the curse into a blessing for you because the Lord your God loves you." ഇതാ നിന്റെ ദൈവമായ യഹോവ നിന്നെ സ്നേഹിച്ചത് കൊണ്ട് നിന്റെ ദൈവമായ യഹോവ ശാപം നിനക്ക് അനുഗ്രഹമാക്കി തീർത്തു. This is a naked truth. If anybody is trying to curse you, curse the church, curse a man of God, or curse a child of God, that curse the Lord will reverse into blessing and you will be doubly blessed. ഇതാ ഒരു നഗ്നമായ തുറന്ന സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഏതെങ്കിലും ഒരു ദൈവപുരുഷനെ, ഏതെങ്കിലും ഒരു ദൈവസഭയെ, ഏതെങ്കിലും ഒരു ദൈവവേദന ഒരാൾ ശപിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളുടെ മേൽ വന്ന ആ ശാപത്തെ ഒരു അനുഗ്രഹമാക്കി നിങ്ങൾക്ക് മാറ്റും. Let people curse, you will enjoy double blessing. ആളുകൾ ശപിക്കട്ടെ, പ്രാകട്ടെ, പക്ഷെ ഇരട്ടി അനുഗ്രഹം വരുന്നു. Somebody shout hallelujah. ഉയരട്ടെ, hallelujah. Come on, somebody speak in tongues. Come on, rakata raba. Come on, in this atmosphere, every curse is turning around. ഈ അന്തരീക്ഷത്തിൽ ശാപങ്ങൾക്ക് പകരമായി അനുഗ്രഹം വരികയാണ്. Come on, come on, come on. If you are a If child of God, your blessing is irreversible, and every curse is reversible, and every curse in the name of Jesus, I command to turn into blessing for the child of God, blessing for the churches in India. ഇതാ നിങ്ങളൊരു ദൈവവേദലാണെങ്കിൽ നിങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തെ ആർക്കും തിരിച്ചെടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങളുടെ മേലുള്ള ഏതെങ്കിലും ശാപങ്ങളുണ്ടെങ്കിൽ, മാനുഷികമായ വാക്കുകളുണ്ടെങ്കിൽ അതിനെ കർത്താവ് ഇന്ന് പകലിൽ ഒരു അനുഗ്രഹമാക്കി നിന്റെ മേൽ പകരുകയാണ്. Shout hallelujah. Now listen to me. The enemy will take a lot of time, lot of years, lot of energy, lot of resources to build a Jericho wall. But it is a matter of a shout from the child of God to destroy it. ഇതാ പിശാച്, ശത്രു അനേക വർഷങ്ങൾ എടുത്ത് അനേക അത്യധ്വാനം ചെയ്തുകൊണ്ട് ഒരു വലിയ എരിഹോ മതിൽ പടുത്തുയർത്തുമായിരിക്കാം. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ഒരു ഒറ്റ ആർപ്പ് മതി അവന്റെ മതിൽ താഴെ വീഴുവാൻ. Come on, somebody shout! Shout! Hallelujah! Every Jericho wall fall in the name of Jesus. യേശുവിന്റെ നാമത്തിൽ എല്ലാ എരിഹോ മതിലുകളും നിലംപൊത്തട്ടെ. Come on, somebody. ഓ ചേർന്ന്. എത്ര പേര് ഈ പറഞ്ഞത് ശ്രദ്ധിച്ചു? ശ്രദ്ധിച്ചു. ചിലപ്പോൾ പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ എടുക്കും ഒരു കോട്ട പണിയാൻ. പക്ഷേ ഒരു 7 പ്രാവശ്യം സൈലന്റായി ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒന്ന് കറങ്ങി നടന്ന് 7-ാം ദിവസം ഒരാർപ്പിടുമ്പോൾ സകല എരിഹോ മതിലുകളും കാണാതെ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ വെളിപ്പെടുന്നത്. തലസ്ഥാന നഗരിയിൽ ചില കോട്ടകൾ തകരുന്നു. തലസ്ഥാന നഗരിയിൽ, in the capital city, some Jericho walls are tumbling down in the name of Jesus. ഈ തലസ്ഥാന നഗരിയിൽ ചില എരിഹോ മതിലുകൾ നിലംപൊത്തുകയാണ്. Sit down, sit down, sit down. ഇരുന്നാലോ. I just want to repeat that. The enemy will take all his efforts to build up castles, fortresses, Jericho walls against the children of God. But it is a matter of a shout from the mouth of the children of God unitedly. You will not see the castles anymore. You will not see the Jericho walls anymore.
ഇതാ പിശാച് അനേകം നാളുകളെടുത്ത് അവനെ മുഴുവൻ ഇതാ ശക്തി ഉപയോഗിച്ച് എത്ര മതിലുകളോ കൊട്ടാരങ്ങളോ കൊത്തളങ്ങളോ നിങ്ങൾക്കെതിരെ പണി കഴിപ്പിച്ചാലും ഒരു ദൈവവൈതലിന്റെ ഒരു ആർപ്പ് മതി, ഒരു ഒറ്റ ആർപ്പ് മതി, അവന്റെ കൊട്ടാരങ്ങളും മതിലുകളും നിലംപൊത്തും. Everybody do like this. Ra 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 ra. Lambra ba 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 ba. Rata rata ra ba 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 ba. Come on everybody. കൈ ഇതുപോലെ വെച്ച ഒരു ആർപ്പ്. Whatever you do in the Holy Spirit will have an impact in the spirit world. പരിശുദ്ധാത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് ആത്മമണ്ഡലത്തെ സ്വാധീനിച്ചിരിക്കും. How many of you are in the spirit today this morning? ഇന്ന് ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന എത്ര പേരുണ്ട്? Whatever you do prophetically will have an impact in the spirit world. നിങ്ങൾ പ്രാവചനികമായി എന്ത് ചെയ്താലും അത് ആത്മമണ്ഡലത്തെ തൊട്ടിരിക്കും. Somebody say amen. ഒരു ആമേൻ. Tell your neighbor, this is a Bless India movement. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇതൊരു ബ്ലെസ്ഡ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. We are here to bless the nation of India. ഇതാ ഇന്ത്യ എന്ന രാജ്യത്തെ അനുഗ്രഹിക്കാനാണ് നാം വന്നിരിക്കുന്നത്. Are you sure? ഉറപ്പുണ്ടോ? And we are going to turn every curse into a blessing. ഇത് സകല ശാപത്തെയും അനുഗ്രഹമാക്കി നമ്മൾ മാറ്റിമറിക്കാൻ പോവുകയാണ്. Everybody do like this. We are turning every ഇതുപോലെ ആക്ഷൻ കാണിച്ച് into a blessing. Come on everybody. ഇതുപോലെ കൈയെടുത്ത് ആക്ഷൻ കാണിച്ച്. Come on, come on. Yes, yes, yes. We are turning every curse into a blessing. സകല ശാപങ്ങളെയും അനുഗ്രഹത്തിലേക്ക് മാറ്റിമറിക്കുന്നു. Whatever the enemy does in the evil spirit, in the demonic world, as witchcraft or occultism or whatever, remains cancelled in the mighty name of Jesus over India. ഇതാ ഇന്ത്യയുടെ മേൽ ഏത് വിധത്തിലുള്ള മന്ത്രവാദങ്ങളാണെങ്കിലും ആഭിചാരങ്ങളാണെങ്കിലും പൂജകളാണെങ്കിലും അത് ആത്മമണ്ഡലത്തിൽ അത് Hallelujah. Touch somebody and say, this is a Bless India movement. ഇതൊരു ബ്ലെസ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. അടുത്തിരിക്കുന്ന പറഞ്ഞേ, ഇതൊരു ബ്ലെസ് ഇന്ത്യ മൂവ്മെന്റ് ആണ്. From the capital city of Kerala, we are blessing the entire nation of India. ഇത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുകൊണ്ട് ഇത് മുഴുവൻ രാഷ്ട്രത്തെയും നാം അനുഗ്രഹിക്കുകയാണ്. Can I announce this to you today as we are in the one spirit? In the universal spirit, in the mighty spirit, the Holy Spirit, whatever we are doing here in the capital will affect the whole nation. ഇത് ഞാൻ നിങ്ങളോട് അനൗൺസ് ചെയ്യട്ടെ, നമ്മൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് ആത്മാവിൽ ഒന്നു ചേർന്നുകൊണ്ട് ഒരേ ആത്മാവിൽ നമ്മൾ എന്ത് പ്രഖ്യാപിക്കുന്നുവോ എന്ത് സംസാരിക്കുന്നുവോ അത് ആത്മാവിൽ സംഭവിക്കുകയാണ്. We have 195 plus nations according to the United Nations. ഇതാ നമുക്ക് യുഎന്റെ ക്രമപ്രകാരം ഏകദേശം 195 അംഗീകരിക്കപ്പെട്ട രാജ്യങ്ങൾ അധികമുണ്ട്. All these names are not in the Bible. ഇത് എല്ലാ പേരുകളും ബൈബിളിൽ ഇല്ല. But the name India is written twice in the Bible. എന്നാൽ ഇന്ത്യ എന്ന പേര് രണ്ട് തവണ ബൈബിളിൽ എഴുതിയിരിക്കുന്നു. Esther chapter 1 verse number 1. ഇത് എസ്തേർ 1-ാം Esther chapter 8 and verse number 9. ഇത് എസ്തേർ 8-ാം 9-ാം വചനത്തിലും. In the English Bible it is India, I-N-D-I-A. ഇംഗ്ലീഷ് ബൈബിൾ അത് INDIA ഇന്ത്യ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. Twice. The name of the nation is recorded in the eternal word of God. കർത്താവിന്റെ നിത്യവചനത്തിൽ രണ്ട് തവണ ഇന്ത്യ എന്ന പേര് രേഖപ്പെടുത്തിയിരിക്കുന്നു. This is a Bless India movement, right? ഇതൊരു ബ്ലെസ് ഇന്ത്യ മൂവ്മെന്റ് അല്ലേ? But originally in the Hebrew Bible, the word is what? Yeah, louder. ഹോദു. Louder, louder. ഹോദു. Hodu. That is a Hebrew word. എന്നാൽ ഇന്ത്യ എന്ന ഭാഗത്ത് യഥാർത്ഥമായി എബ്രായ ബൈബിൾ എഴുതിയിരിക്കുന്നത് ഹോദു എന്ന വാക്കാണ്. What is the meaning? Tell me. എന്താണ് അതിന്റെ അർത്ഥം? Thanksgiving. നന്ദി കരേറ്റൽ. The call of India is to offer
thanksgiving to the Lord. ഇതാ ഇന്ത്യയുടെ മേലുള്ള ദൈവത്തിന്റെ വിളി എന്നത് ദൈവസന്നിധിയിലേക്ക് നന്ദി സ്തോത്രങ്ങൾ അർപ്പിക്കുക എന്നതാണ്. We just want to honor the Lord. കർത്താവിനെ ഒന്ന് മാനിക്കണം. Centuries ago, നൂറ്റാണ്ടുകൾക്ക് മുൻപ് 3 out of 4 ingredients of the anointing oil that was used in the temple, in the tabernacle, went from India. ഇതാ ദൈവത്തിന്റെ ആലയത്തിൽ കൂടാരത്തിൽ ഉപയോഗിച്ചിരുന്ന അഭിഷേക തൈലത്തിന്റെ കൂട്ടിൽ 5-ൽ 3 4-ൽ 3 ഇന്ത്യയിൽ നിന്നാണ് കൊണ്ടുപോയിരുന്നത്. We started honoring the Lord even from many centuries back. അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കർത്താവിനെ ഓണർ ചെയ്യുന്നവരാണ് ഇന്ത്യക്കാർ. That is our destiny. That is our call. അത് തന്നെയാണ് നമ്മുടെ മേലുള്ള ദൈവികമായ വിളിയും വിധിയും എന്നത്. Can you take 30 seconds to lift your hands and honor the Lord? ഇതാ അടുത്ത 30 സെക്കൻഡുകൾ കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് മാനിക്കാമോ, സ്തുതിക്കാമോ, പുകഴ്ത്താമോ? Father, we honor you. The eternal King, King of kings and Lord of lords, the immortal one, who lives in the unapproachable light. You are the sovereign Lord. You are King over India. You are the Lord over India. You are the God of India. You are the Savior of India. അങ്ങ് ഇന്ത്യയുടെ രക്ഷകനാണ്, അങ്ങ് ഇന്ത്യയുടെ പിതാവാകുന്നു, ഇന്ത്യയുടെ രാജാവാകുന്നു, അങ്ങ് ഇന്ത്യയുടെ കർത്താവാകുന്നു. Amen. A couple of hours ago, the Lord gave me this verse, and this is very clear. Matthew 6 and verse number 10 says, "Your kingdom come. Your will be done on earth as it is in heaven." ഇതാ ചില മണിക്കൂറുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മ ഈ ഒരു വചനം എന്റെ ഹൃദയത്തിൽ നൽകി. മത്തായി 6:10 നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. Come on, lift your hands and pray. കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലും Everybody lift your hands and pray. എല്ലാവരും കരങ്ങളെ ഉയർത്തി, ആബാ പിതാവേ, അങ്ങയുടെ ഇഷ്ടം ഭാരതത്തിന്റെ മേൽ, ഇന്ത്യയുടെ മേൽ കർത്താവിന്റെ ഇഷ്ടം എന്താണോ അത് ഞങ്ങളുടെ രാജ്യത്ത് നടക്കട്ടെ കർത്താവേ, ഞങ്ങളുടെ കേരളത്തിൽ നടക്കട്ടെ കർത്താവേ. ഞങ്ങളതിനെ വെൽക്കം ചെയ്യുകയാണ്, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധാത്മാവേ. ഓ പിതാവിന്റെ മഹത്വം, ദൈവരാജ്യത്തിന്റെ മഹത്വം ഈ ഭാരതം ദർശിക്കട്ടെ.